ഒരു നല്ല പാട്ടാണ് ഈ റൗണ്ടിൽ ഡാനി സെലക്ട് ചെയ്തത്. തീർച്ചയായിട്ടും ഒരു നായിക കല തന്നെയാണ്, അല്ലെ? ഒരു മൈൽ സ്റ്റോൺ സോങ് തന്നെയാണ്. ഇനി ചോദിക്കാം. ഡാനി എന്തോ ഗംഭീരമായിരുന്നു ഡാനി, സൂപ്പർ. ഞാനിത് ശ്രദ്ധിക്കുന്ന ഡാനിയുടെ പാട്ട് മാത്രമല്ല, ഡാനിയുടെ പരിശ്രമം കൂടാണ്. കാരണം ഈ ഒരു പാട്ട് പാടാൻ എനിക്ക് പോലും ഒരു സ്റ്റേജിൽ നിന്ന് പാടുമ്പോഴത്തേക്ക്, ഞാൻ വലിയ പപ്പുള്ളിയായിട്ട് പറയുന്നതല്ല, പ്രയാസമാണ്. നമ്മൾ പാടുമ്പോഴേ അറിയത്തുള്ളൂ. ചിലർക്ക് അഭിപ്രായം പറയാമോ, ഇതെന്തോന്ന് പാടി കുറ്റം പറയാം, പക്ഷെ അങ്ങനല്ല. ഇതൊരു പാട്ട് പാടുമ്പോഴത്തേക്ക് ഇതിന്റെ ആദ്യത്തെ ആകാരവും പിന്നെ അതിനുശേഷം വരുന്ന ഓരോ സ്ഥലങ്ങളും പാടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഡാനി ഒരു വിധം ഒപ്പിച്ചു കേട്ടോ. കാരണം ഡാനി ഒരു എബൌട്ട് ഒരു ഐ തിങ്ക് ഒരു 75 to 80% നന്നായിട്ട് പാടി. എന്റെ സംഗതികൾ എന്ന് പറഞ്ഞാൽ ദാസേട്ടൻ ഒരുപാട് ഒരു കീറി വെച്ചിരിക്കുകയാണ്. കാരണം അങ്ങ് അലക്കിയിരിക്കുകയാണ്. അപ്പൊ അതിനോട് ഒപ്പം പാടണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഡാനി ഒരു പരിധിവരെ അത് വിജയിച്ചു. എനിക്ക് തോന്നി ആദ്യം കുറച്ച് ഷിവറിങ് ഉണ്ടായിരുന്നു പാടാൻ നേരത്ത്, പിന്നെ അനുപല്ലവിയിലും കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നന്നായിരുന്നു. ചിത്ര ചേച്ചി, എനിക്ക് വളരെ ഇഷ്ടമായി ഡാനി. ശരിക്കും തന്നെ ഒരു ഡ്യുവറ്റ് സോങ് എടുത്ത് പാടുമ്പോ ഇപ്പോഴത്തെ ആ ചരണത്തിന്റെ തന്നെ ഒരു വരി ഒരാൾ തീർത്ത ഉടനെ അടുത്താൽ ഓവർലാപ്പിംഗ് പോലെ തുടങ്ങുകയാണ്. അതൊക്കെ ഒറ്റയടിക്ക് നിന്ന് പാടണമെങ്കിൽ നല്ല ലങ് കപ്പാസിറ്റി അത്രയും നല്ലോണം ഉള്ള ആൾക്ക് ഇത് പാടാൻ പറ്റില്ല. ശരിക്കും ഡാനി ഇത് നല്ലോണം തന്നെ ചെയ്തു കേട്ടോ. എനിക്ക് ആകെ കുറച്ച് സ്ഥലത്തൊക്കെ ആലാപ്പൊക്കെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് വരുന്ന ആലാപ്പില്ല, ഫസ്റ്റ് പല്ല് ആദ്യത്തെ ആലാപ്പും അവസാനത്തെ അകത്തും അത് യൂഷ്വലി ഡാനിക്ക് നല്ല ഫ്ലോയിൽ വരുന്നതാണ്. ഇന്ന് ഇത്തിരി അത് ഇത്തിരി ചെറുതായിട്ട് കട്ടെ അറച്ചുപോയി ഇടയ്ക്ക്. അതാണ് വസന്തം എന്നല്ലേ പല്ലവിയില്. ഒന്ന് പാടാമോ? ഒരു നോട്ട് തെറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം വേണ്ട. രാധികേ വരൂ വരൂ നിലാവിൻ പാർവള്ളിയിലാടാനോ മനെ, നിലാവിൻ പാർവള്ളിയിലാടാൻ, നിലാവിൻ 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 പാർവള്ളിയിലാടാൻ. അടുത്ത വരി അത് തന്നെ, ആ നോട്ട് അതാണ് കേട്ടോ. എനിക്കത് മാത്രം ഒരു സംശയം നിന്നുള്ളൂ, ബാക്കിയെല്ലാം നല്ലായിരുന്നു. എന്തോ സംഗീതം അറിയാത്ത ഞാൻ പോലും അങ്ങനെ ഞെട്ടി അങ്ങനെ കണ്ണു മിഴിച്ചിരുന്നു പോയി. അങ്ങനെ എന്തൊരു രസമായിരുന്നു കേൾക്കാൻ. അയ്യോ തീർന്നല്ലോ എന്നൊരു വേദന ഉണ്ടായിരുന്നു പാട്ട് തീർന്നപ്പോൾ. നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. വളരെ നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. ഡാനി എന്തോ നന്നായിരുന്നു ഡാനി. ഡാനിയുടെ അഞ്ചെണ്ണം പറഞ്ഞ പോലെ ആ ഒരു പരിശ്രമം ഡെഫിനറ്റായിട്ട് കാണുന്നുണ്ട് ഡാനി. പിന്നെ എന്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാല് അധികമായാൽ അമൃതം വിഷം. ഇതൊന്ന് അമൃതം വിഷം കൂടുതൽ ചെയ്യരുത് കേട്ടോ. അത് ഇപ്പം തന്നെ ആ ഒരു അകാരമൊക്കെ പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഓവർ പ്രാക്ടീസ് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഗോപാംഗനെ ആത്മാവിലെ സ്വരമുരളിയിലൊഴുകും സാരംഗെന്നുണ്ട്. സ്വരമുരളിയിലൊഴുകും സാരംഗയിൽ എന്ന് പറയും. ഇത്ര ഞാൻ പറയാൻ കാരണം ഇതിന്റെ ട്രാക്ക് പാടിയത് ഞാനാണ്. എന്റെ അണ്ടം കയറിപ്പോയി, ഉള്ള സത്യം പറയാമല്ലോ. അടപ്പ് തെറിച്ചു പോയി പാടിയിട്ട്. എന്റെ ഒരു ഓർമ്മ നിലാവിൻ പാർവള്ളിയിലാട നിലാവിൻ അങ്ങനെ ആ ഒരു ട്രാവൽ നിലാവിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഗാന്ധാരത്തിലോട്ട് പോകുന്നോണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. നിലാവിൻ പാർവള്ളിയിലാടാൻ, ഇതാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. ശരിയാണെങ്കിൽ സന്തോഷിക്കുക, ഇല്ല ഒരു ഇടി ഇടിക്കുക, അങ്ങോട്ട് പോകും. പക്ഷെ പരിശ്രമത്തിന് എല്ലാ പൂച്ചെണ്ടുകളും തരുന്നു കേട്ടോ. അത് ദിവസം ഇനി മാർക്സ് എത്ര തരുന്നു എന്ന് നോക്കാം. ഷിലാമ ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് തരണം ഡാനി? ശിലാമ വരുന്ന എത്രയാണെങ്കിലും സന്തോഷം. എനിക്ക് ഒരു 100 മാർക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് 10 കൊടുക്കാനൊക്കെ ഉള്ളൂ. 10 മാർക്കും. താങ്ക് യു മാം. ശരത് സാർ, എന്റെ കയ്യിൽ കുറെ മാർക്കുണ്ട്, പക്ഷെ തരില്ല. 22. ചിത്ര ചേച്ചി? ഞാൻ 23. ആൻഡ് ശ്രീയേട്ട? ഡാനിയുടെ ഒരു എക്സ്പ്രഷൻ കണ്ട് ഞാനും ഞെട്ടിപ്പോയി കേട്ടു. ഷീലാമ്മ 10 മാർക്കെന്ന് പറഞ്ഞപ്പോഴേ സാധാരണ കണ്ണ് തള്ളുക എന്ന് പറയത്തില്ല, എന്നൊന്നും ഡാനി മിഴിച്ചു നിന്നുപോയി.
സാരമില്ല, ഇതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. 23. 68 പ്ലസ് 10 78. 78 മാർക്സ് ആണ് ഡാനിയുടെ പെർഫോമൻസിന്. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് SMS അയക്കണം. SMS അയക്കുന്ന ഫോർമാറ്റ് ISS സ്പേസ് ഡാനി DANN